അസ്സലാമു അലൈക്കും, നമസ്കാരം. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അധികം വൈകിട്ടില്ല, നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ആണ്. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് വീഡിയോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അത് കാണുക. നമ്മുടെ കേരളത്തിൽ നിന്ന് വയനാട് നിന്ന് മുത്തങ്ങ ഫോറസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മുത്തങ്ങ, ബന്ദിപ്പൂർ, മുതലമട, മസിനഗുഡി, ഊട്ടി എന്നൊരു ടാർജറ്റാണ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ്, അൺകട്ട് ചെയ്യാതെയുള്ള ഫുള്ളായിട്ട് കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ്. ഒരുപാട് ആളുകൾക്കിടയിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. കാരണം മസിനഗുഡിക്ക് പോകുന്ന വഴി വലിയ തിരക്കാണ്, വലിയ പ്രശ്നങ്ങളാണ്. ചിലർ പറഞ്ഞ റൂട്ട് വളരെ മോശമാണെന്ന്, ചിലർ പറഞ്ഞ റൂട്ടിലൊന്നും കാണാനില്ല, മൃഗങ്ങളില്ല, ഒന്നുമില്ല എന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു വിരാമിട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ, നമ്മൾ ഓരോ ഫോറസ്റ്റ് കടക്കുമ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട്, ഒന്നും ചെയ്യാതെ, എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ റിയൽ ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പോകണം എന്നുള്ളവർക്ക് പോകാം, ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങോട്ട് പോകാതിരിക്കാം. ഇനി യാത്ര മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ജസ്റ്റ് ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്ര എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ വലിയൊന്നും കാണാനൊന്നും ഇല്ല എന്ന് പറയാം, എന്നാലും ഉണ്ട് എന്നതാണ്. പലർക്കും പല മൈൻഡാണ് കേട്ടോ. കാരണം എല്ലാവർക്കും യാത്രകളിൽ പല പല ചിന്താഗതികളായിരിക്കും. ചിലർക്ക് കാട്ടിനുള്ളിൽ കൂടെ ഒന്ന് എലോണായിട്ട് ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുക എന്ന ഉദ്ദേശമുള്ളവരുണ്ടാവും. ചിലർക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണണം എന്നുള്ളതുണ്ടാവും. ചിലർക്ക് എന്തെങ്കിലും ഭക്ഷണം, ഫുഡൊക്കെ റോഡ് സൈഡിലൊക്കെ വെച്ച് നല്ല ടൈം പാസിന് അങ്ങനെ പോകുന്നവരുണ്ടാവാം. ഫാമിലി ആയിട്ട് പോകുന്നവരുണ്ടാവാം, ഒറ്റയ്ക്ക് പോകുന്നവരുണ്ടാവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നവരുണ്ടാവാം, ടൂർ ക്ലബ്ബ് മുഖാന്തരം പോകുന്നവരുണ്ടാവാം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ Fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make $1. That ain't gonna stop me cause my grind's contagious. I'll do what it takes to turn passion to paychecks. And if I go down, I'ma do it on my terms. And every single problem brings a lesson that I learned. The darkest nights, when things seem so broken, it's hard to shine, but I still try. I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight. That's right. Baby, I was born to fight. Yourself down a lonely road. I try to find my way but don't know where to go. It's hard to see your friends, tell them adios. When you known them all for like forever, now you're just a ghost. Ain't no way to sugarcoat it, yeah, I feel alone. Been single for a decade, doing me is getting old. I don't pick up when the phone rings, too busy recording. Industry ignores me, but I keep on going. Cause I know you got my back, I got you too. No matter what the situation, we gon' make it through. I'm a fighter, not a quitter. They can say that I'm a sinner cause they love to hate the winner, but I'm never gonna give up. The last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight. That's right. Baby, I was born to fight. ഹലോ, അപ്പോൾ എന്താണ് സംഭവം? ബോൺ ടു ഫൈറ്റ് അല്ലേ? ബോൺ ടു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക, ജനിച്ചു ഇനി ഫൈറ്റ് ചെയ്യുക. അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ യാത്രകളുടെയും കെടുപ്പ് അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഒരു ആനയെ കണ്ടുട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നവരൊക്കെ എന്ന് വിചാരിക്കും ഒന്നുമില്ലല്ലോ റോട്ടിൽ നിന്ന്. ഇപ്പോൾ ഒരു ആനനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ മുത്തങ്ങ ഫോറസ്റ്റ് വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ സിംഹമാല കുരങ്ങ്, നമ്മുടെ നോർമൽ കുരങ്ങ്, അതുപോലെ മാനുകളൊക്കെ ഉണ്ട് കേട്ടോ. മുത്തങ്ങ ഫോറസ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും യാത്രകൾ തുടരുകയാണ്. കണ്ടില്ലേ കപ്പിൾസൊക്കെ അടിപൊളിയായിട്ട് യാത്ര പോകുന്ന ബൈക്കിൽ. എന്തായാലും ഭംഗി കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാരണം അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന കാടുകളുടെ ഇടയിലൂടെ ഒരു ബുള്ളറ്റിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ് ബുള്ളറ്റിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ എന്തായാലും കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയില്ല. ഒന്ന് സ്ലോ മോഷൻ ആക്കി കൊടുത്തിട്ടാ. എന്താല്ലേ കണ്ടില്ലേ? അതിനൊരു പാട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ അതിനൊന്നും ഇപ്പോൾ സമയമില്ലാന്ന് വിചാരിച്ചു. പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട് ഇനി എന്തായാലും ഇപ്പോൾ വീഡിയോ എന്താ മുഴുവനായിട്ട് എല്ലാവരും കാണട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിനൊക്കെ സപ്പോർട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണരുത് കേട്ടോ. സ്കിപ്പ് ചെയ്തുകൊണ്ട് കാണരുത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്നും ഇല്ലയെന്നറിയാം, എന്നാലും നിങ്ങളുടെ ഒരു എന്താ പറയുക സപ്പോർട്ടും അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്കൊക്കെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും അപ്ലോഡ് ചെയ്യാനൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങളെ കുറവുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക കമൻ്റ് ആയിട്ട് അറിയാം. അതിനാണ് നമ്മളെ യൂട്യൂബ് മലയാളം എന്ത് ചെയ്ത് കമൻറ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഞാൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ഫാഷനായിട്ടും ഡിസൈനായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. ഒരു സാധാ സംസാരമാണ് നമ്മൾ സംസാരിക്കുക. നമ്മുടെ മലപ്പുറംകാരൊക്കെ എങ്ങനെ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ഭാഷയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചെയ്ത് കേട്ടോ. അപ്പം അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വണ്ടിയാണ്. ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ യാത്ര കേട്ടോ. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ OM അസ്ലമൊക്കെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആക്കിയിട്ടുള്ള ഒരു വാതില്ലേ മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. എത്ര മനോഹരമായ യാത്ര. ആ യാത്രയിലൂടെയുള്ള റോഡുകളാട്ടോ അതൊക്കെ. അപ്പോൾ എന്തായാലും ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. മുഖം കൂടി ഇടിച്ചിട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാച്ചുറലായിട്ടുള്ള ഒരു കാറ്റിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തൊരു ഭംഗിയുണ്ടല്ലേ കേൾക്കാനൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ യാത്രയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്. പക്ഷേ എവിടെ നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമില്ല കേട്ടോ. ഫോറസ്റ്റിൽ നിർത്തി കഴിഞ്ഞാൽ 1000 രൂപ ഫൈനാണ്, മസ്റ്റാണ്. കാരണം എന്തായാലും ക്യാമറ CCTV കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാർഡിനുള്ള സർവൈലൻസും കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കില്ല. ഇനി അതിനിടയിലുള്ള എന്താ പറയുക ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നോർമലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എന്തായും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. പിന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഫോറസ്റ്റ് കാടുകളിൽ നിക്ഷേപിക്കരുത്. ഒരു നാച്ചുറൽ പാട്ടൊക്കെ ഇട്ടാലോ? റീൽസിൽ കാണുന്നത് പോലുള്ള തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ റോഡുകളിലില്ല. അത്യാവശ്യം കർണാടക ഫോറസ്റ്റ് ശാന്തമാണ്. വളരെ ലഘുവായ രീതിയിലാണ് വാഹനങ്ങൾ പോകുന്നത്. വളരെ മെല്ലെയാണ് പോകുന്നത്. നല്ല രീതിയിലുള്ള യാത്രകളാണ്. ആരും ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാത്രകൾ തന്നെയാണ്. എന്തായാലും ഒറ്റയ്ക്ക് പോകരുത്. 2 ആൾ കൂടെ ചേർന്ന് പോകാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് പോയാൽ വളരെ വളരെ എന്താ പറയുക സ്ലോ മോഷനായിരിക്കും. ഇത് ഇയാൾ പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് അവിടെ കുരങ്ങന്മാരെ മേത്തിലോട്ട് എടുക്കട്ടോ. ഞാൻ മലപ്പുറമാണ് പറഞ്ഞത്, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം.
അപ്പോൾ കുരങ്ങന്മാരൊക്കെ റോഡിൽ കയറിയിരിക്കുന്നുണ്ട്. ചിലവർ കടന്നു പോകുന്നുണ്ട്. തമിഴ്നാട് വണ്ടികൾ കടന്നു പോകുന്നുണ്ട്, കർണാടക വണ്ടികൾ കടന്നു പോകുന്നുണ്ട്. കേരള വണ്ടികൾ മാത്രമാണ് സ്റ്റോപ്പ് ചെയ്തിട്ട് മൃഗങ്ങളെ കാണുന്നത്. കുറച്ചകലെ മാനുകളുണ്ട്, കുറച്ച് പുറം കുരങ്ങന്മാരുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ചിലവർ ആപ്പിൾ അതുപോലെ നേരങ്ങ അങ്ങനെയൊക്കെയുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കുരങ്ങനും ഒരുപാട് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് എടുത്തിട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ആനകളൊക്കെ അടിപൊളിയാട്ടോ, ആനകൾക്കൊന്നും ഭയമില്ല കേട്ടോ. ഒക്കെ റോഡ് സൈഡിൽ കയറി ഇറങ്ങുകയാണ്. എന്തായാലും നമ്മൾ വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു റൂട്ട് തന്നെയാണ് ഈ മുത്തങ്ങ ബന്ദിപ്പൂർ റോഡ് എന്ന് പറഞ്ഞാൽ. ഇത് നേരെ ഗൂഡല്ലൂർക്കാണ് ഈ കടക്കുന്നത്. ഗൂഡല്ലൂർക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാവരും പോയ ഒരു സ്ഥലമാണ് ഗൂഡല്ലൂർ. കാരണം നമ്മുടെ മല്ലിപ്പൂവും അതുപോലെ പൂക്കളെല്ലാം വരുന്നത് ഗൂഡല്ലൂരിൽ നിന്നാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഷിക മേഖലയാണ് ഗൂഡല്ലൂർ. അപ്പോൾ അങ്ങോട്ടാണ് ഇത് കടന്നു പോകുന്നത്. എന്തായാലും അവിടുന്ന് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ കടക്കാതിരിക്കാനുള്ള എല്ലാ വേലിക്കെട്ടുകളും ഗൂഡല്ലൂർ ഭാഗങ്ങളിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള കാടുകളൊക്കെ അത്യാവശ്യം ചെത്തി വൃത്തിയാക്കി അങ്ങോട്ട് അകലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ദൂരെ നിന്ന് വാഹനങ്ങൾ വരുന്നു, പെട്ടെന്ന് മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ತುಂಬ ಪ್ರೀತಿ ನಿನ್ನ ಮ್ಯಾಲೆ ಮನಸ್ಸು ಲಗ್ನ ಆಗುವಂತೂ ಮಂತ್ರನ ಹೇಳುತ್ತೈತೆ ತಂಪು ಗಾಳಿ ಕಣ್ಣು ಮುಚ್ಚಿ ಕೇಳೆ ಎದೆಯಾಗೆ ಹಬ್ಬದ ಸಂತೋಷ ಮೂಡೈತೆ ಕಿವಿಯಾಗೆ ಬಾಲದ ಸತ್ತೊಂದು ಕೇಳೈತೆ ಆಡಬೇಕು ನಿಂತ ನೋಡಲಿ ಜೀವ ಇರುವರೆಗೂ ಹನಿಯು ಬರದು ನಿನ್ನ ಕಣ್ಣಲ್ಲಿ ನಾನು ಇರುವರೆಗೂ ಪ್ರಾಣ ನೀಡುತ್ತಾ ಕಾಯುವೆ ನಿನ್ನನು. നമ്മൾ ചങ്ങായി അസർബായി നല്ല അടിപൊളിയായിട്ട് ക്യാമറ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതിവിദഗ്ധമായിട്ടൊക്കെയാണ് ക്യാമറ എടുക്കുന്നത്. അതൊക്കെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ക്യാമറ ഒക്കെ അടിപൊളിയാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ മേലെ കാണിക്കുന്നുണ്ട് ഊട്ടിയിലേക്ക്, മൈസൂർക്ക് 75, ഊട്ടിയിലേക്ക് 52 കിലോമീറ്റർ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഡൈവേഴ്സ് കേട്ടോ. അധികം മൈസൂർക്ക് പോകുന്നവർക്ക് മൈസൂർക്ക് പോകാം, ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് ഊട്ടിയിലേക്ക് പോകാം. ഇനി നേരെ മസനഗുഡി വഴി അങ്ങനെയാണ് പോകുന്നവർക്ക് അങ്ങനെയും പോകാം. അപ്പോൾ ഇത് അങ്ങോട്ട് റൂട്ടിലേക്ക് കടന്നു കേട്ടോ. കാട് ഫോറസ്റ്റ് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞ് ഗൂഡല്ലൂരാണ്. ഗൂഡല്ലൂർ കഴിഞ്ഞാൽ അടുത്തൊരു ഫോറസ്റ്റ് വരുന്നുണ്ട്, അവിടെയാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജനങ്ങളൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ജനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെയുള്ള എന്താ പറയുക പൂക്കളും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ അവിടെ. കാരണം കുറേ ശോഷിച്ചിരിക്കണം. എന്താണെന്ന് അറിയാം, ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണോ സീസൺ അല്ലാത്തത് കൊണ്ടോ എന്ന് അറിയില്ല. അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഗൂഡല്ലൂർ ഭാഗത്തൊക്കെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് പാർട്ട് അധികം നീട്ടുന്നില്ല. അപ്പം 3-ാം പാർട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അത് എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.